നമസ്തേ. ഇന്ന് പറയാൻ പോണതേ ഒരു കഥ പറയണമെന്നൊക്കെ വിചാരിച്ചത് കഥയും പറയാനായിട്ടുള്ള മൂഡിലല്ല. ആ പനി എന്ന് പറയണതേ ഭയങ്കര വിടവിലാണ്. പോക്ക് അത് ശരീരം നമ്മൾ ഒരാഴ്ചയായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. എല്ലാ സുഹൃത്തുക്കളൊന്നും ക്ഷമിക്കുക. അപ്പോൾ ടീച്ചറൊക്കെ പനി മാറി വരണം, കുട്ടികളുടെയും മാറി വരണം. ഇന്ന് പറയാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ജീവിതത്തിൽ ഇപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ പഠിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിവ് കിട്ടില്ല. പഠിപ്പിൻ്റെ അറിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അറിവുണ്ടായിരിക്കും. പ്രായോഗിക ജീവിതത്തിൽ കുറേ അറിവുകൾ കിട്ടാണ്ട് അത് നമ്മൾ ഓരോ വിഡ്ഢിത്തങ്ങൾ ചെയ്തുകൊണ്ട് ഓരോ മണ്ടമ്പണികൾ ചെയ്തുകൊണ്ട് അത് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ വലിയ ഒരു മാന്യമായ രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പെങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ പിറന്ന പെങ്ങന്മാരുണ്ടാവും, അല്ലെങ്കിൽ മകള്, ഇവർക്കൊക്കെ വിവാഹത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെങ്ങൾക്ക് ഭാഗം കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മകളെ കെട്ടിച്ചയക്കുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കലും ഇരിക്കണ വീട് വിറ്റിട്ടുള്ളവർ ആ സാഹസത്തിൽ ആരും മുതിരരുത് എന്നാണ് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്കത് തിരിച്ചു വാങ്ങിക്കുന്ന കാര്യങ്ങൾ അത് നടക്കൊന്നുമില്ല, പിന്നെ തിരിച്ചു വാങ്ങിക്കലുണ്ടാവില്ല. അപ്പോൾ അത് വിൽക്കാനായിട്ട് പെട്ടെന്ന് കഴിയും. ഇപ്പോൾ മകൾക്ക് കല്യാണാലോചന വരുമ്പോൾ കയ്യിൽ കാശില്ലേ, വേറെ കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ, അതായത് മക്കള് വേറെ താഴെ ഇല്ല. അപ്പോൾ നമ്മളൊരു തെറ്റിദ്ധാരണയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഒരു മകളുള്ളോ, അയാൾ കെട്ടിച്ചയച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേറെ ബാധ്യതകളൊന്നുമില്ല, നമ്മൾ ഫ്രീ ആയില്ലേ, ഭാര്യയ്ക്കും ഭർത്താവിനും മെനഞ്ഞ് ഡുയിറ്റ് പാടിയിട്ട് ഇങ്ങനെ നടക്കാന്നുള്ളൊരു ധാരണ ഉണ്ടാവും. എനിക്ക് ആ ധാരണ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടായി പറയണത്. അപ്പോൾ ആ ധാരണയൊക്കെ തെറ്റാണ്. അത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലാണ് കൂടുതൽ ബാധ്യതകൾ വരിക. ആ ബാധ്യതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ ആ ബാധ്യതയായിട്ട് നടക്കേണ്ടി വരുന്നത്. പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ അനുഭവങ്ങൾ പാളിച്ചകളാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കേൾക്കില്ലാത്തവർക്ക് ഇപ്പം കേൾക്കണ്ട കേട്ടോ, അത് സ്ലിപ്പ് ചെയ്ത് പോവാം. പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ പെങ്ങൾക്ക് ഒരു വിവാഹാലോചന വന്നു. ആ പുരുഷൻ്റെ ഒരു ബയോഡാറ്റ, അവൻ 10-28 വയസ്സിലേക്കാവും നമുക്ക് വരുന്ന ആലോചന ഇപ്പോൾ കേരളത്തിലൊക്കെ വരുന്നത്. ആ 28 വയസ്സിനുള്ളിൽ അവൻ വീടിന് വേണ്ടി എന്ത് ചെയ്തു, പെങ്ങൾക്ക് വേണ്ടി, അവൻ്റെ പെങ്ങൾക്ക് വേണ്ടി അവൻ എന്ത് ചെയ്തു, അവൻ്റെ അച്ഛനമ്മമാർക്ക് വേണ്ടി എന്ത് ചെയ്തു, അവന് ഇപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പം എന്ത് ചെയ്തു വരിക, അത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതുപോലെ മകളുടെ കാര്യമായാലും സെയിം കാര്യം തന്നെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഈ 28 വയസ്സ് വരെ, അല്ലെങ്കിൽ 26 വയസ്സ് വരെ, 30 വയസ്സ് വരെ ഈ പുത്രൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട്, എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, അവൻ എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്, അവൻ അച്ഛനമ്മേനെ എത്രത്തോളം നന്നായിട്ട് നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ പെങ്ങൾക്ക് അവൻ എന്തോരം അവൻ സമ്പാദിച്ച് കൊടുത്തിട്ടുണ്ട്, അവൻ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ട് വേണം കല്യാണം കഴിച്ചു കൊടുക്കാനായിട്ട്. അതല്ല, കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് അവൻ ഗൾഫിൽ പോയിട്ട് അവൻ നന്നാവുന്നു, ഇവിടെ ആ പിഴ റോഡ് മുഴുവൻ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ കരുവന്നൂർ മുഴുവൻ വാങ്ങിക്കുന്നു ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല. അത് വലിയൊരു മണ്ടത്തരാണ്. അപ്പം നമ്മൾ അവർ എന്തിൻ്റെ പേരിലായാലും നമ്മൾ അത്തരം വിവാഹങ്ങൾക്കൊന്നും കൂട്ടു നിൽക്കരുത്. നമ്മൾ വളർത്തിണ്ടാക്കി കൊണ്ടുവന്ന മക്കളെ അങ്ങനെ വെറുതെ കൊല്ലണതിൽ തുല്യമായിരിക്കുന്നത്, മനസ്സിലായ? അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം മണ്ടത്തരങ്ങൾ ഇരിക്കുന്ന പറമ്പ് വെക്കരുത്. പിന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ, വിവാഹാലോചനകൾ വരുമ്പോൾ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. ഒരു 100 പ്രാവശ്യം 101 പ്രാവശ്യം ആലോചിച്ചിട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.